നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആചരിച്ചു വരുന്നു. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. മലയാള ഭാഷ നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ്. കേരളം പിറവി കൊണ്ട സമയത്ത് തൃശ്ശൂർ, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, മലബാർ എന്നിങ്ങനെ 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 14 ജില്ലകളായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനം. കേരവൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് ലഭിച്ചത്. കഥകളിയുടെയും കേളികൊട്ടിന്റെയും തെയ്യത്തിന്റെയും നാടാണ് നമ്മുടെ കേരളം. നാനാജാതി മതസ്ഥർ ഇവിടെ ഐക്യത്തോടെ കഴിയുന്നു. മലയും പുഴയും കാടും കൊച്ചരുവികളും 44 നദികളും കൊണ്ട് പ്രകൃതി രമണീയമാണ് നമ്മുടെ നാട്. കേരളത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യമായ മനോഹരവും കലാരൂപങ്ങളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഇന്ത്യയിൽ സാക്ഷരതയിലും ആരോഗ്യരംഗത്തും മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി.